ഇത് ആക്ച്വലി നമുക്ക് 2022 സീരിയൽ ടയർ 2-ന്റെ ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറയുന്നത് 46,800 എ ബി സി ഡി ഇതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെയും ബിൻ്റെയും കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോ എൻ്റെയും ബിൻ്റെയും കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോവും എന്റെ ഡിൻ്റെയും കമ്പൈൻ ആയിട്ടുള്ള റേഷ്യോ ബിൻ്റെയും സിൻ്റെയും കമ്പൈൻ ആയിട്ടുള്ളതിൻ്റെയും റേഷ്യോ 8:5 ആണ്. ഓക്കെ, ഇനി പറയുന്നത് ബിനും സിനും കിട്ടുന്ന ഷെയർ 5:4 എന്ന റേഷ്യോയിലാണ്. ദെൻ എ റിസീവ് ചെയ്യുന്നത് 18,400 ഒരു പൂജ്യമില്ല, 18,400. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസും വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ടോട്ടല് 46,800 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ ബിയും സിയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 9 യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ബിയും സിയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 5 യൂണിറ്റ് ആണ് വരുന്നത്. രണ്ടിടത്തും ഒരേ ബിയും ഒരേ സിയും തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ടിടത്തും ഈക്വൽ വരണം. ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു റേഷ്യോനെ നമ്മൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഒരു റേഷ്യോനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഈക്വൽ ആയിട്ട് മാറും. നോക്കാം. അപ്പോൾ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 72, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45, ഇവിടെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25, ഇവിടെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20. ഇപ്പം എല്ലാം ഓക്കെ ആയി. ബിൻ്റെ സിൻ്റെ ടോട്ടൽ 45, ഇവിടെയും ബിൻ്റെ സിൻ്റെ ടോട്ടൽ 45. ഇനി നമുക്കറിയാം 72 45 എന്ന് പറയുമ്പോൾ 117 വരും. ഈ 117 ആണ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 46,800 ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 400 എന്ന് പറഞ്ഞു വരും. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 400 എന്ന് പറഞ്ഞു വരും. അപ്പോൾ എയ്ക്കും ഡിക്കും കൂടി കമ്പൈൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്, എയ്ക്കും ഡിക്കും കൂടി കമ്പൈൻ ആയിട്ട് കിട്ടുന്നത് 72 യൂണിറ്റ് ആണ്. ഈ 72 യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 72 × 400, 72 × 400 എന്ന് പറയുമ്പോൾ 28,800 വരും. 28,800 വരും. അപ്പോൾ ഇത് എൻ്റെയും ഡിൻ്റെയും കൂടി കമ്പൈൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ 28,800 നിന്ന് 18,400 കുറയ്ക്കണം. 18,400 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ വാല്യൂ 10,400 ആണ്. എ ആണെങ്കിൽ 10,800, ഡി ആണെങ്കിൽ 10,400. ഓക്കെ, ഇനി ബി ആണെങ്കിൽ 25 യൂണിറ്റ് ആണ്, അപ്പോൾ 10,000 വരും. ഒരു യൂണിറ്റ് 400 ആണ്. സി ആണെങ്കിൽ 20 യൂണിറ്റ് ആണ്, ഒരു യൂണിറ്റ് 400 ആണ്, അപ്പോൾ ഇത് എത്ര വരും? 8,000 വരും. നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ് എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എ ആണെങ്കിൽ എത്ര പറഞ്ഞിരിക്കുന്നത്? 18,400. ബി ആണെങ്കിൽ 10,000. സോ എക്സിന്റെ വാല്യൂ 8,400. വൈ ആണെങ്കിൽ 800. വൈ ആണെങ്കിൽ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ ഒരു 800 ഉണ്ട്, ഒരു 10,400 ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000, 6,000, 7,000 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ ചെയ്തിരിക്കുന്നത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ ആണ് ഡിഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അല്ലാതെ സി മൈനസ് ഡി അല്ല അവരെടുത്തിരിക്കുന്നത്. സോ ഇവിടെ 2,400 ആയിരിക്കും സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് 2,400. ഇനി എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 6,000 ആണ് വരാൻ പോകുന്നത്. ഓപ്ഷൻ 5,000, 6,000, 7,000, 8,000 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6,000 ആയിരിക്കും ഫൈനൽ ആൻസർ.